നിന്റെ ഈ മാന്യനായ ഭർത്താവ് അമ്പലത്തിൽ നിന്ന് 10 പവന്റെ മാല കട്ടുവന്നു. ഇടികൊണ്ട് വശം കെട്ട് ഇപ്പൊ ലോക്കപ്പിൽ കിടക്കേണ്ടതായിരുന്നു. എന്റെ അച്ഛനുള്ളതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. കൊള്ളാം. ഭർത്താവിന്റെയും അമ്മാവന്റെയും മകളുടെയും സ്വത്തുക്കൾ മാത്രം കട്ടെടുത്താ പോരടി. വല്ലപ്പോഴും ഇവന് കുറച്ച് പോക്കറ്റ് മണിയും കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ഇവനെ ഇതുപോലെ നാട് നീളം നടന്ന് കക്കും. ഇവൻ ക്രിമിനൽ മാത്രമല്ല, കള്ളനും കൂടിയാ. അല്ല, നീയാണല്ലോ ഇപ്പൊ ഇവന്റെ മാർഗദർശി. നീയും നിന്റെ തന്തയും കള്ളന്മാരുടെ അസോസിയേഷന്റെ നേതാക്കളല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോടൊരാളെ വിളിച്ചു പറഞ്ഞു കാര്യങ്ങളെല്ലാം. പിന്നെ ദീപ് പണ്ട് കള്ളനും കൊള്ളരുതാത്തവനൊക്കെ ആയിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്റെ ഹസ്ബൻഡ് ആയതിനു ശേഷം ദീപ് മൊത്തത്തിൽ മാറിപ്പോയി. ദീപ് ഒരാളുടെയും 1 രൂപ പോലും മോഷ്ടിക്കില്ല. 1 രൂപയല്ല ഇവ മോഷ്ടിച്ചത്, 10 പവനോളം വരുന്ന ഒരു മാലയാ. ദീപു 10 പവന്റെ മാല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലേ അത് ദീപുവിന് വേണ്ടി ആയിരിക്കില്ല. ദീപുവിന്റെ അമ്മ പറഞ്ഞിട്ടായിരിക്കും. ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാ. ദീപു ജീവിതത്തില് ഇന്നോളം കാണിച്ചിട്ടുള്ള എല്ലാ വൃത്തികേടുകൾക്ക് പിന്നിലും നിങ്ങളുടെ പ്രേരണയാ. അയ്യോ എന്റെ ദൈവമേ. ദീപുവിനെ ഒരു പക്ക ക്രിമിനൽ ആക്കി മാറ്റിയത് നിങ്ങൾ തന്നെയാ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇങ്ങനെ പെറ്റമ്മമാരുണ്ടോ ഈ ലോകത്ത്? നിന്നെ ഞാൻ തൊട്ടു പോവരുത് തന്നെ. എന്നെ തൊട്ടാ നിങ്ങൾ വിവരം അറിയും. ഒന്ന് നിർത്തുന്നുണ്ടോ? നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടൊന്ന് പോയേ. വല്യമാവൻ ദേഷ്യപ്പെടാതെ. ദീപുവിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. വല്യമാവൻ ആദ്യം വല്യമാവന്റെ ചേച്ചിയെ നേരെയാക്കാൻ നോക്ക്. ദീപുവിന്റെ കാര്യം എനിക്കറിയാം. ദീപുവിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടേക്കോ ഇവര് വിളിക്കുന്നിടത്തേക്കോ പോവരുതെന്ന്. എന്താ ഇപ്പൊ നാവില്ലേ? അല്ല, ദീപുവിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. അച്ഛാ, വിഷമിക്കാതെ. അച്ഛനെ എല്ലാവർക്കും അറിയാം. അച്ഛനെ എന്തായാലും ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല.